കേരളത്തിന്റെ ജനവിധി അറിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കേരളം ഏത് മുന്നണിക്കൊപ്പം? തെരഞ്ഞെടുപ്പ് ദിവസം വരെ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് അവലോകനം പോൾ പൾസ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലം. സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രൻ LDFന് വേണ്ടി വീണ്ടും മത്സര രംഗത്തിറങ്ങുമ്പോൾ UDFന് വേണ്ടി T. ശരത്ചന്ദ്ര പ്രസാദും NDAക്ക് വേണ്ടി V. മുരളീധരനും ശക്തമായ പോരാട്ടവുമായി കളം നിറയുകയാണ്. LDFന്റെ സിറ്റിംഗ് സീറ്റ് ഇത്തവണ നിലനിർത്തുമോ കൈവിടുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിവേക് കീർത്തി ചേരുകയാണ്. വിവേക്, വിശ്വാസ സംരക്ഷണവും വികസനവും ചർച്ചയാകുമ്പോൾ ആർക്കൊപ്പമായിരിക്കും കഴക്കൂട്ടം? എങ്ങനെയാണ് വിശകലനം? സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചൂട് ഏറുകയാണ്. ഇനി 4 ദിവസം കൂടി മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ പരസ്യ പ്രചാരണത്തിന് എത്തിയിരിക്കുകയാണ്. വൻ വാശിയേറിയ പോരാട്ടമാണ് 3 മുന്നണികളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ത്രികോണ പോരാട്ടവും വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ ഉണ്ടാകുക. സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രനാണ് LDFന് വേണ്ടി വീണ്ടും അംഗത്തിനിറങ്ങുന്നത്. അതോടൊപ്പം UDFന് വേണ്ടിയിട്ട് T. ശരത്ചന്ദ്ര പ്രസാദാണ് രംഗത്തിറങ്ങുന്നത്. NDAക്ക് വേണ്ടിയിട്ട് V. മുരളീധരനും രംഗത്തിറങ്ങുന്നുണ്ട്. എന്തായാലും ഒരു ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുക. പ്രധാനമായിട്ടും ശബരിമല വിഷയം ഈ മണ്ഡലത്തിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ശബരിമല കൊള്ള പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷം എടുത്തു പറയുന്നുണ്ട്. പ്രചരണത്തിൽ ഇത് പ്രധാന പ്രചരണ ആയുധമാക്കിയിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. എന്തായാലും UDFും NDAയും ശബരിമല വിഷയം മണ്ഡലത്തിൽ ശക്തമായി പ്രചാരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രൻ താൻ 10 വർഷം നടത്തി ഇനിയും മുന്നോട്ട് ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം പ്രചരണം കൊഴുപ്പിക്കുന്നത്. എന്തായാലും ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ 2001 ജനവിധി പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സിറ്റിംഗ് MLA കടകംപള്ളി സുരേന്ദ്രൻ ലഭിച്ചത് 63,690 വോട്ടുകൾ നേടിയാണ് 2021 വിജയിച്ചു കയറുന്നത്. അന്ന് 2ാം സ്ഥാനത്ത് എത്തിയത് BJP ആണ്. BJPയുടെ ശോഭാ സുരേന്ദ്രന് അന്ന് ലഭിച്ച വോട്ട് 23,497 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് 2ാം സ്ഥാനത്ത് എത്തുന്നത്. 3ാം സ്ഥാനത്തേക്ക് ഡോക്ടർ S. ലാല് എത്തുകയും ചെയ്തു. എന്തായാലും ശക്തമായ BJP സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകും. പലതവണ കോൺഗ്രസിൻ്റെ കൈകളിലിരുന്ന മണ്ഡലം കടകംപള്ളി സുരേന്ദ്രനെ ഇറക്കിയാണ് LDF പിടിച്ചെടുത്ത്. അതുകൊണ്ട് തന്നെ 3 തവണ അവിടെ മണ്ഡലം പിടിച്ച് സിറ്റിംഗ് MLA ആയ കടകംപള്ളി സുരേന്ദ്രനെ ഒന്നും കൂടെ രംഗത്തിറക്കി മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് LDF കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോ പാർക്ക് പോലുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് കുടിയേറ്റ വോട്ടർമാരുടെയും നിലപാടുകളുമെല്ലാം ഇവിടെ വോട്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നഗര അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, ജലവിതരണം, മാലിന്യ സംസ്കരണം, പൊതുഗതാഗതം, സുരക്ഷ എന്നിവ ദൈനംദിന അനുഭവത്തെ രൂപപ്പെടുത്തുന്നു. കൂടാതെ ക്ഷേമ വിതരണ പ്രസക്തമായ കാര്യങ്ങളൊക്കെ ഇതിലുടന്നു. സുരക്ഷ, തൊഴിൽ സുരക്ഷ, വിലക്കയറ്റം, ജീവിത ചെലവ് എന്നിവയെല്ലാം ഈ കഴക്കൂട്ടത്തെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തെ തെരഞ്ഞെടുപ്പ് നഗരത്തിലെ ഭരണ കഴിവുകളും പ്രധാനമായിട്ടും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഈ മണ്ഡലത്തിലുള്ളത്. മുൻ വർഷത്തെ നഗരത്തിലെ വികസനങ്ങൾ വരെ, നഗരം കേന്ദ്രീകരിച്ച് നടന്ന വികസനങ്ങൾ വരെ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ശബരിമല വിഷയവും ഈ മണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട്. എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ മുൻനിർത്തി LDF വീണ്ടും മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ UDFിലെ ശരത്ചന്ദ്ര പ്രസാദിനെ, അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ വ്യക്തിപരമായ കുറേ വോട്ടുകളും സ്വാധീനങ്ങളുമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മണ്ഡലം പിടിക്കാനായിട്ട് UDF ശ്രമിക്കുമ്പോൾ V. മുരളീധരൻ ഇതിനു മുമ്പ് അദ്ദേഹം ഒരിക്കൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് 40,000 വോട്ടുകൾ അദ്ദേഹം നേടുകയും ചെയ്തിരുന്നു. അത് വീണ്ടും പിടിച്ച് നിലനിർത്തി വീണ്ടും NDAക്ക് അവിടെ ഒരു ശക്തമായ സാന്നിധ്യം അല്ലെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് NDA നിലനിൽക്കുന്നത്. എന്തായാലും ഒരു ശക്തമായ ത്രികോണ പോരാട്ടമാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ശക്തമായൊരു പോരാട്ടം കഴക്കൂട്ടം മണ്ഡലത്തിൽ നടക്കുന്നു. മുന്നണികളൊക്കെ തന്നെ വിജയപ്രതീക്ഷ കൈവിടാതെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. വിശദാംശങ്ങളാണ് വിവേക് നൽകിയത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.